നിങ്ങളെ ആരെങ്കിലുമൊക്കെ കരയിപ്പിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളെ മാനസികമായിട്ട് ആരെങ്കിലുമൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളെ മെൻ്റലി, ഫിസിക്കലി അങ്ങനെ ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ ആരെങ്കിലുമൊക്കെ ഭയങ്കര കഠിനമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ടോ? ഒരിക്കലും നമ്മൾ അവരെ പക പോക്കാൻ നിൽക്കരുത്. കാരണം എന്താണെന്നറിയാമോ? വിട്ടേക്കുക അവരെ. എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, അവർ ഇനി ഏതെല്ലാം രീതിയിൽ നമ്മളെ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്, വിഷമിപ്പിച്ചിട്ടുണ്ട്, കരയിപ്പിച്ചിട്ടുണ്ട്, എന്തെല്ലാം നമ്മളെ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മളങ്ങ് വിട്ടേക്കുക. നമ്മൾ അവരോട് പക പോക്കാനോ അല്ലെങ്കിൽ അവരുടെ അടുത്ത് അത് കാണിച്ചല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ അവരോട് പിന്നെ അതിന് മറുപടി കൊടുക്കാനോ അതിനൊന്നും നമ്മൾ പോവരുത്. കാരണം എന്താണെന്നറിയാമോ? കർമ്മ എന്നൊരു സാധനമുണ്ട്. ഇപ്പം നമ്മളിപ്പം നമ്മളെ വിഷമിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ 100 ഇരട്ടിയായിട്ട് നമുക്ക് വിഷമം തന്ന ആ ആൾക്ക് കൊടുത്തിരിക്കുമെന്നാണ് പറയുന്നത്. കേട്ടോ, ഞാനതിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം ഈ കർമ്മ എന്ന് പറയുന്നൊരു സാധനം അത് എല്ലാവരിലും ഉള്ളതാണ്. അപ്പം നമുക്ക് തന്നതിൻ്റെ 100 ഇരട്ടിയായിട്ട് അവർ നാളെ അതേ കാര്യങ്ങളിൽ നിന്ന് വിഷമിച്ച് കണ്ണുനീർ പൊഴിക്കുന്നത് നമ്മുടെ മുമ്പിൽ നമ്മൾ കണ്ടിരിക്കും. അതുകൊണ്ട് വിട്ടേക്കുക. നമ്മളെ എന്തെല്ലാം ചെയ്ത് ദ്രോഹിച്ചിട്ടുണ്ടോ, വിഷമിപ്പിച്ചിട്ടുണ്ടോ, നമ്മളെ ഭയങ്കരമായിട്ട് നമുക്ക് ദ്രോഹം ചെയ്തിട്ടുള്ളൂ, നമ്മൾ അവർക്ക് മാപ്പ് കൊടുത്ത് വിട്ടേക്കുക. നമുക്ക് കൂടുതലൊന്നും നമ്മൾ മാപ്പ് കൊടുത്ത് വിട്ടേക്കുക. പക്ഷെ അവരെ മുകളിലിരിക്കുന്ന ഒരാൾ മാത്രം വിട്ടേക്കത്തില്ല. ആ ആൾ അവർക്ക് കൊടുക്കാൻ പോകുന്ന കൂലി ഉണ്ടല്ലോ, അത് ഏറ്റവും വലുതായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, കർമ്മ എന്ന് പറയുന്നൊരു സാധനം ഉണ്ടെന്ന്. അത് എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. അപ്പം നമ്മളതങ്ങ് വിട്ടേക്കുക. അതിന് പകരം മറ്റൊരാൾ അതിനുള്ള കൂലി കൊടുത്തിരിക്കുക. അപ്പം നമ്മുടെ മുമ്പിൽ തന്നെ വന്ന് ഇവർ ഈ കരയുന്നതും വിഷമിക്കുന്നതും ഒക്കെ അപ്പം നമ്മുടെ ആ സിറ്റുവേഷന് ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്ന ആ ഒരു വ്യക്തിക്കായിരിക്കും. കാരണം ഞാനും ഇങ്ങനെയായിരുന്നു, അവരെ അത്രയും ഞാൻ വേദനിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്തപ്പോൾ എനിക്ക് ഈ ഒരു അവസ്ഥ വന്നപ്പോൾ, ഞാൻ ഈ അവസ്ഥയിൽ വന്നപ്പോൾ ഞാൻ എന്തുമാത്രം വിഷമിച്ചു. അപ്പം മാത്രമേ നമ്മുടെ ദുഃഖം എന്താണെന്ന് അവർ കാണൂ, അവരറിയൂ. അല്ലേ? എന്നാൽ മാത്രമേ അവരറിയൂ. അതാണ് പറയുന്നത്. കർമ്മ എന്ന് പറയുന്നൊരു സാധനം ഉള്ളിടത്തോളം നമ്മൾ തിരിച്ചവർക്ക് മറുപടി കൊടുക്കേണ്ട കാര്യമില്ല. അവരെ വിട്ടേക്കുക. നമ്മളപ്പം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? നമ്മളെ ചതിക്കാനും നമ്മൾ പറ്റിക്കപ്പെടാനുമായിട്ട് ആരുടെ മുമ്പിൽ നിന്ന് കൊടുക്കാതിരിക്കുക. ആദ്യം ഒരു വട്ടമൊക്കെ നമുക്കൊരു ചതുവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷമങ്ങളോ കാര്യങ്ങളോ ഉണ്ടായേക്കാം. അത് നമുക്ക് ചിലപ്പോൾ എല്ലാവരുടെയും മനസ്സ് നമുക്കിങ്ങനെ മാന്തി നോക്കാൻ പറ്റത്തില്ല, അല്ലേ? അപ്പം ഇത് എല്ലാവർക്കും ഉണ്ടായേക്കാം. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? അങ്ങനെയുള്ളിടത്തുനിന്ന് അങ്ങ് മാറി നിൽക്കുക, അല്ലേ? അങ്ങനെ തന്നെ വേണം. അങ്ങനെയുള്ളിടത്തുനിന്ന് അങ്ങ് മാറി നിൽക്കുക. അതുപോലെ ഇനിയും ഒരവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കരുത്. നമ്മളെ ബുദ്ധിമുട്ടിക്കാനുള്ള നമ്മളെ വിഷമിപ്പിക്കാനും ബുദ്ധിമുട്ടിപ്പിക്കുന്ന പോലൊരവസരം നമ്മളായിട്ട് ഇനി അവർക്ക് ഉണ്ടാക്കി കൊടുക്കരുത്. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കി നിൽക്കുക. നമ്മൾ ആരുടെയും കാര്യത്തിൽ തലയിടാനോ അല്ലെങ്കിൽ നമുക്ക് കൂടുതലും വിഷമം തരുന്ന കാര്യങ്ങളിലോട്ട് നമ്മൾ പോകരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ നമുക്ക് വിഷമവും വരുന്ന കാര്യം എന്താണെന്നറിയാമോ? നമ്മുടെ ആത്മാർത്ഥതയാണ്. നമ്മൾ ആത്മാർത്ഥതയായിട്ട് ആരെ സ്നേഹിച്ചാലും തിരിച്ചടിക്കുന്നത് നമുക്കത് ദുഃഖത്തിലൂടെ തന്നെയായിരിക്കും, അല്ലേ? എല്ലാവരുടെയും ഒരു പേഴ്സണൽ ആ ഒരു കാര്യം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. നമുക്കൊരു ആത്മാർത്ഥതയായിട്ട് നമ്മൾ ഏതൊരു കാര്യത്തിൽ നമ്മൾ ആരെ സ്നേഹിച്ചാലും പിന്നീട് നമുക്ക് ദുഃഖം മാത്രമേ അതിൽ നിന്നുണ്ടാകത്തുള്ളൂ. ഒരു വട്ടമെങ്കിലും അതിൽ നിന്ന് ഈ ആത്മാർത്ഥതയോടെ ഒരാളെ സ്നേഹിച്ച് കഴിയുമ്പോൾ അതിൽ നിന്നൊരു ദുഃഖം ഇല്ലാത്തവരായിട്ട് ആരുമില്ല. അത് മക്കളായിക്കോട്ടെ, ഭർത്താവായിക്കോട്ടെ, അച്ഛനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, അമ്മായിയമ്മയായിക്കോട്ടെ, അമ്മായിപ്പനായിക്കോട്ടെ, മിത്രങ്ങളായിക്കോട്ടെ, ആരായിക്കോട്ടെ. അല്ലാതെ ഒരാളെന്നല്ല, ഭർത്താവെന്നോ കാമുകനെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മുടെ ബന്ധുക്കൾ, റിലേറ്റീവ്സ്, നമ്മുടെ ഫ്രണ്ട്സ്, അങ്ങനെയുള്ള ആൾക്കാരെയാണ് ഞാൻ പറയുന്നത്. അല്ലാതെ കാമുകന്മാരെയോ ഭർത്താക്കന്മാരെയോ ഒന്നുമല്ല. അപ്പം ആരായാലും, ഏത് മനുഷ്യജാതിയിൽപ്പെട്ട ആളായാലും നമ്മളപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഒഴിഞ്ഞു മാറി നമ്മുടെ കാര്യങ്ങൾ നോക്കി നടക്കുക. നമ്മൾ ആത്മാർത്ഥതയോട് ചെല്ലുമ്പോൾ മാത്രമാണ് നമ്മൾ വഞ്ചിക്കപ്പെടുന്നത്. നമ്മളങ്ങനെ ആത്മാർത്ഥതയോട് നിൽക്കരുത്. അപ്പം ഇനി വരുന്ന വർഷമെങ്കിലും അങ്ങനെ ഒന്ന് ചെയ്തു നോക്കണം, കേട്ടോ? കാരണം ആത്മാർത്ഥതയൊക്കെ നല്ലതാണ്, പക്ഷേ അത്
കൊടുക്കേണ്ടടുത്ത് മാത്രമേ കൊടുക്കാവുള്ളൂ. ആവശ്യമില്ലാതെ എല്ലായിടത്തും നമ്മൾ ആത്മാർത്ഥത കാണിക്കാൻ ചെന്നാലേ പണി അങ്ങ് പാളിപ്പോകും. 8ൻ്റെ പണി കിട്ടുന്നത് നമുക്കായിരിക്കും. കാരണം സങ്കടമായിരിക്കും നമുക്ക് കൂടുതലും കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് ആത്മാർത്ഥത കഴിവതും ഒഴിവാക്കിയേക്ക് കേട്ടോ. അപ്പം കൊടുക്കേണ്ട ആൾക്കാർക്ക് മാത്രം ആത്മാർത്ഥത കൊടുത്താൽ മതി. എൻ്റെ ഒരു റിക്വസ്റ്റായിട്ട് കണ്ടാൽ മതി. കാരണം അങ്ങനെ കുറച്ച് പണി കിട്ടിയിരിക്കുന്ന ഒരാളാണ് ഞാൻ, അതുകൊണ്ട് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇനിയെങ്കിലും ഉള്ള നമ്മുടെ ഇനി വരുന്ന ഈ ഒരു പുത്തൻ ഇനി വരുന്ന നാളെ എന്ന് പറയുന്ന ആ ഒരു ദിവസത്തിൽ നമുക്ക് വരവേൽക്കാനായിട്ട് കുറച്ച് നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ ചിന്തയിൽ എടുത്ത് വെച്ചിട്ട് നമ്മൾ ഒന്നും കൂടെ ഒന്ന് നമ്മുടെ മൈൻഡിനെ ഒന്ന് മോട്ടിവേഷൻ ചെയ്ത് സൂപ്പറാക്കി എടുത്ത് നമ്മൾ ഒരു എന്താ പറയുക, ഒരു പോസിറ്റീവ് എനർജി ആയിട്ട് നമുക്കെല്ലാവർക്കും നല്ലൊരു നാളേക്ക് വേണ്ടി ഞാൻ ആശംസിക്കുന്നു. അപ്പം ടാറ്റാ.